സ്വന്തം ഭർത്താവിനെ ഉറക്കിക്കിടത്തി സ്ഥിരം യാത്ര ചെയ്തിരുന്ന ബസ്സിലെ ജീവനക്കാരനുമായി ഒളിച്ചോടുന്ന ഫേമസ് യൂട്യൂബർ അഖിൽ NRDയുടെ ഭാര്യ മേഘയാണ് പ്രിയപ്പെട്ടവരെ ഈ CCTV വിഷ്വൽസിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ചില ആളുകൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ചോദിക്കുന്നത് കേട്ടു, എന്ത് മാങ്ങ അറിഞ്ഞിട്ടാടാ നീയൊക്കെ ഈ പറയുന്നതെന്ന്. ആ ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ഈ CCTV വിഷ്വൽ. വളരെ വ്യക്തമായിട്ട് തന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോകുന്നു മേഘക്കുട്ടി ഇട്ടിരിക്കുന്ന നൈറ്റിയിൽ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്ന ചേട്ടനെ കണ്ടോ? മുണ്ടൊക്കെ ഉടുത്ത് ഒരു കാവ്യമുണ്ടൊക്കെ ഉടുത്ത് നിൽക്കുന്ന നമ്മുടെ ബസ്സിലെ ജീവനക്കാരൻ ടാക്സി ഇന്നോവ വരുന്നു, ചാടി കയറുന്നു, പോകുന്നു. എല്ലാം CCTVയിൽ ഉണ്ട്. മേഘമോളെ ആകെ നാണക്കേടായല്ലോ മോളെ. അല്ല, നിന്നെ മോളെ എന്ന് ഏതർത്ഥത്തിൽ വിളിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീരുമാനിച്ചോളൂ മോളെ എന്ന് ഏതർത്ഥത്തിൽ ഇവളെ വിളിക്കണം, അല്ലെങ്കിൽ ഏതർത്ഥത്തിൽ നിങ്ങൾക്ക് എടുക്കണോ ആ അർത്ഥത്തിൽ നിങ്ങൾ അങ്ങ് എടുത്തു. കണ്ട, കാറിലൊക്കെ കയറി ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. ഒരു സൈഡിൽ വേറെ കുറെ കഥകൾ ഞാൻ കേൾക്കുന്നു. അഖിൽ NRD ഒരു ഗേ ആണ്, അതുകൊണ്ടാണ് ഭാര്യ ഇട്ടിട്ട് പോയെന്നൊക്കെ. അല്ല, ഇനി ഇങ്ങനെ പല കഥകളും വരുവേ. അല്ല, ഇനിയിപ്പോൾ അതിനകത്ത് സത്യാവസ്ഥ ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ അതിനെപ്പറ്റി പറയുന്നുമില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അവനിനിയിപ്പോൾ എത്ര വലിയ കൊള്ളരുതാത്തവനാണെങ്കിലും അവനിനിയിപ്പോൾ വേറെ ബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഓക്കെ, ഈ പൊന്നുമോള് കാണിച്ചത് ശരിയാണെന്ന് പറഞ്ഞ ആരെങ്കിലുമൊക്കെ വരുമോ? അല്ല, അവൻ വളരെ മോശക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇനി അവന് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരുത്തനാണെങ്കിൽ പോലും അത് മാന്യമായിട്ട് ഡീൽ ചെയ്തിട്ട് ഇവക്ക് പോകാമായിരുന്നല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു ടേബിളിന് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ച് തീർക്കുക. ഇനി അതും വേണ്ട, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്യുക. ആരുടെ കൂടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക, ഏത് ബസ്സിലെ കിളിയുടെ കൂടെയോ പോവുക, ബസ്സിൻ്റെ കിളിയുടെ കൂടെയോ ഡ്രൈവറുടെ കൂടെയോ വോട്ടവർ, അവരുടെ ഇഷ്ടം. ചില ആളുകൾക്ക് മറ്റേ ബസ്സിലെ കിളി എന്ന് പറയുമ്പോഴത്തേക്ക് കളിയാക്കിയതുപോലെ ഒരിക്കലും കളിയാക്കിയതല്ല. മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. അവരുടെ ജോലി അത് മറ്റേ മോശമാണെന്നോ അല്ലെങ്കിൽ അത് തീരെ കൊള്ളാത്ത അങ്ങനൊന്നും ആരും ചിന്തിക്കില്ല. ചിലപ്പോൾ നമ്മുടെ പറച്ചിൽ അങ്ങനെ വന്നു പോയാലും നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ വിടുക. ഞാനത് ആ ഒരു ഫ്ലോയിൽ ഇപ്പോഴും പറയും, ബസ്സിലെ കിളിയുടെ കൂടെയാണ് ഇറങ്ങിപ്പോയത്. കാരണം സത്യം അതാ. അപ്പം പിന്നെ അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. ആ ഒരു ജോലി ഒരിക്കലും ഞാനിവിടെ ഇരുന്ന് കളിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെ എടുത്തു പോകുന്നവർക്ക് അങ്ങനെ എടുത്തു പോകാം. മറ്റേ കുത്തിയിരുന്ന് നിങ്ങളെ ഓരോരുത്തർക്ക് ഓരോ പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മൊത്തത്തിൽ നിങ്ങൾ മാറ്റണം എന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല. ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചോട്ടെ. പിന്നെ സത്യമാണോ എന്ന് ചോദിച്ചവർക്ക് കണ്ടല്ലോ, രാത്രിയിൽ പെട്ടിയും ബാഗും ഒക്കെ എടുത്ത് വേറൊരുത്തൻ്റെ കൂടെ ആതിരപ്പള്ളിയിൽ ടൂറിന് പോയതൊന്നും ആയിരിക്കത്തില്ലല്ലോ. ആയിരിക്കുമോ? അല്ല, ഇനി അതും പറഞ്ഞുകൊണ്ട് വരും ആരെങ്കിലും ഒക്കെ, അവള് കൂട്ടുകാരൻ്റെ കൂടെ ഊട്ടി വരെ ഒന്ന് ടൂറിന് പോയതല്ലേ, രാത്രിയിൽ ഭർത്താവിനെ ഉറക്കി കിടത്തിയിട്ട് ഒരു ടൂറിന് പോയതല്ലേ, അത് കുഴപ്പം കാണത്തില്ല. അതിനെയൊക്കെ നിങ്ങളെന്തിനാ വേറെ രീതിയിൽ കാണുന്നത് എന്നൊക്കെ പറയാനും ചില ആളുകൾ വരും ഇവിടെ. ഒരൊറ്റ കാര്യം മനസ്സിലാക്കുക, തേച്ച് കിട്ടിയപ്പോൾ ആ പാവത്തിന് തേച്ച് കിട്ടി, നല്ല രീതിയിൽ തേപ്പ്. ഇത് ആദ്യത്തെ ഒരു വാർത്തയൊന്നും അല്ല ഈ അടുത്ത് നമ്മൾ കാണുന്നത്. മനസ്സിലായോ? സ്ഥിരം നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും വാർത്തകൾ. അതുകൊണ്ട് തന്നെ ഒരു പുതുമയൊന്നും ഇതിനകത്ത് തോന്നുന്നില്ല. പിന്നെ അഖിൽ NRD ഒരു ഇച്ചിരി 10 പേർ അറിയാവുന്ന ഒരു ചെറിയ സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു വാർത്തയാവുന്നതും എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നതും ഒക്കെ. ഇതുപോലുള്ള ക്ലിപ്പുകൾ പുറത്തു വരുന്നതും അഖിൽ NRDയുടെ കൂടെയുള്ള ആളുകൾ തന്നെ ഇവിടെ പല ആളുകളോടും പറഞ്ഞു കഴിഞ്ഞു ഇതുപോലെ ഒരു സംഗതി നടന്നിട്ടുണ്ടായിരുന്നു. ഞാനും കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നിരുന്ന് ആലോചിച്ചത്, ദൈവമേ ഇനി ഇത് ഉടായ്പായിരിക്കും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതൊക്കെ, ചുമ്മാ കഥകൾ അടിച്ചിറക്കുന്നതായിരിക്കുമല്ലോ എന്ന് ഞാനും ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കാൻ കാരണം ഞാൻ ഈ അഖിൽ NRDയുടെയും വൈഫിൻ്റെ ഒക്കെ അക്കൗണ്ട് പോയി നോക്കിയപ്പോൾ ഇപ്പോഴും 2 പേരും കൂടെ ഉള്ള ഫോട്ടോസൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്താണെങ്കിലും ഒന്ന് ചിന്തിച്ചു പോകാമല്ലോ, ചുമ്മാ അടിച്ചിറക്കുന്നതാണോ ആളുകൾ. പക്ഷെ അങ്ങനെ അല്ല, പുള്ളിയുടെ കൂടെയുള്ള ആളുകൾ തന്നെ പല ആളുകളോടും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നല്ല വെച്ച് സെഞ്ചിട്ടിട്ട് പോയതാണെന്ന്. ആ പാവം മനുഷ്യൻ അഖിൽ NRD ഈ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഒരു സിനിമ റിലീസായപ്പം അവിടെ വെച്ച് ഭാര്യയെ പറ്റി പറയുന്നൊരു കാര്യം അതിപ്പോൾ അത്യാവശ്യം ഒന്ന് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് കേക്ക്, എന്നിട്ട് ബാക്കി കുറച്ച് എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഇത് കേട്ടോ. ഇപ്പൊ ബ്രോന്റെ ജീവിതത്തിലാണെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് വന്നൊക്കെ പറയുന്നുണ്ട്, ലക്ക് എന്ന് പറയും. അപ്പൊ അതേപോലെയാണ് ഇപ്പൊ സിനിമയിലേക്ക് വന്നതൊക്കെ. എങ്ങനെയാണ് വൈഫിനെ കുറിച്ച്
എങ്ങനെ സപ്പോർട്ടീവ് ആണോ കാര്യങ്ങൾ? വൈഫ് സപ്പോർട്ടാണ്, വൈഫ് സപ്പോർട്ട് ചെയ്യുമല്ലോ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് തന്നെയാണ്. വീഡിയോസ് എടുക്കാനായാലും എല്ലാം സപ്പോർട്ടാണ്. സിനിമയ്ക്കായാലും അവളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കല്യാണം 2 വർഷം 3 വർഷമായില്ലേ? ഇല്ല, 2 കൊല്ലം ആവുന്നുള്ളൂ. എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു ഭാര്യ എന്നാണ് ആ പാവ മനുഷ്യൻ പറയുന്നത്. എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ, രണ്ടുപേരുടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവനിനും വേറെ എന്തെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിലോ ഒക്കെ ഇരുന്ന് സംസാരിക്കാം, മാന്യമായിട്ട് ഡിവേഴ്സ് കൊടുത്തിട്ട് പോകാം ആരുടെ കൂടെയാണെങ്കിലും. ഇല്ലേ? തെറ്റുണ്ടോ അതിൽ? തെറ്റില്ല. പക്ഷെ അതിന് പകരം ചെയ്തത് എന്താ ചെയ്തത്? ആ വ്യക്തി അവളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പഠിക്കാൻ ഡെയിലി പൊക്കോണ്ടിരുന്ന ബസ്സിലെ ഒരു ജീവനക്കാരനുമായിട്ട്, അങ്ങനെ പറയാം. ഇനി കിളി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഇരിക്കട്ടെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാ, അതുകൊണ്ട് അങ്ങനെ പറയാം. ഒരു ജീവനക്കാരൻ്റെ കൂടെ അങ്ങ് പോയി. എന്തിന്? എന്ത് കാര്യത്തിന്? ആരാണെങ്കിലും ചോദിച്ചു പോയില്ലേ? എന്ത് കാര്യത്തിന്? ഒരു റീസൺ. അവൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നായിരുന്നു, കാമുകിയും കാമുകനും ഈ പാവ അഖിലന്നാർഡിയൊക്കെ. അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞത് അവന് വേറെന്തൊക്കെയോ റിലേഷൻ, അതുകൊണ്ട് ഞാൻ പോന്നു. അതിനിങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, ഇങ്ങനെ നീ ചെയ്തത് കൊണ്ട് തന്നെ നിന്റെ വീട്ടുകാർ പോലും നിന്നെ ഇനി വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അഖിലിൻ്റെ വീട്ടിലേക്ക് വിടുക, നിന്റെ വീട്ടിലേക്ക് നിനക്ക് കയറാൻ പറ്റുമോ? എന്ത് വിലയായിരിക്കും നിനക്ക് കിട്ടുന്നത്? എവിടെ പോയാലും പുറകെ വിളിച്ചുകൊണ്ട് പോവുക പയ്യൻ ഇവളെ. അല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് പ്രശ്നം എന്നാൽ എനിക്ക് ഇതിനകത്തു നിന്നൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ. നല്ല പ്രതീക്ഷയാണ്. ചേട്ടൻ്റെ പടത്തിൽ എത്രത്തോളം ശരി? ഓക്കെ, എന്നാ വരും. അല്ല പൊന്നുമോളെ, നിനക്ക് എന്തിൻ്റെ കുറവായിരുന്നു അവൻ്റെ കൂടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതും കൂടെ നീ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. ഇനി ചില ആളുകൾ പറയുന്ന കണക്ക് മറ്റേ എനിക്കറിയത്തില്ല കേട്ടോ, കുറേ അങ്ങനെ അടിച്ചിറക്കുന്നുണ്ട്, സത്യമാണെന്നും നമുക്കറിയത്തില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. എന്തിൻ്റെ കുറവായിരുന്നു നിനക്ക്? നീ അതിൻ്റെ പ്രശ്നമാണെങ്കിൽ ഓക്കെ, മനസ്സിലാക്കുക. അതല്ലാതെ വേറെ എന്ത് കുഴപ്പമായിരുന്നു നിനക്ക്? അല്ല, അത് നീ തന്നെ പറഞ്ഞാൽ, നിനക്കൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉള്ളതാണല്ലോ, നീ പറയേണ്ട വരുമല്ലോ. അതിന് മാത്രം ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ നീ ശ്രദ്ധിക്കേണ്ട വരും, എന്തിനാണ് നീ അത് ചെയ്തതെന്ന്. പക്ഷേ എന്തൊക്കെ നീ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും പൊന്നുമോളെ, നീ ചെയ്തതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഒരാൾക്കും യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും വലിയൊരു പരിപാടിയാണ് നീ ചെയ്തത്. ഡിവേഴ്സ് ചെയ്തിട്ട് പോ, അതൊക്കെയല്ലേ വേണ്ടത്. ഇതിപ്പോൾ ആകെ നാണക്കേട്. പ്രത്യേകിച്ച് അത്യാവശ്യം കുറേ ആളുകൾ അറിയാവുന്നൊരു വ്യക്തി, അയാളുടെ ഭാര്യ രാത്രി ഇട്ട നൈറ്റിയിൽ ഇറങ്ങി പോവുക. എവിടെയാ പോയത്? എവിടെയാ രണ്ടുപേരും? ആഘോഷിക്കുവാണോ? അടുത്തൊരു വീഡിയോ കണ്ടേ. For our wedding anniversary, I need a car as a surprise gift. Okay. You have a surprise, baby. Oh my God, what's it? We will buy this one. Oh, is this a burger shop? But this will be more than 50 lakh. Okay. Don't open your eyes, okay? Here? Okay. Make it fast. But the EMI will be more than 1 lakh. That car was nice. Wow, what a surprise. ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോകൾ ഭാര്യയും ഭർത്താവും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഖിൽ NRD. പുള്ളി ഈ അടുത്തിറങ്ങിയ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, പുള്ളി അത്ര വലിയ തമാശക്കാരനൊന്നും അല്ല, അത്യാവശ്യം ഇൻട്രോവേർട്ടാണ്. പിടി കിട്ടിയോ? സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ പണി കിട്ടുന്നത്. അവർക്കായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാനും അതിനകത്തുനിന്ന് പുറത്തു വരാനും ഒക്കെ ഭയങ്കര പാട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പുള്ളിയുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ഞാൻ അതും പോയി ഒന്ന് ചെക്ക് ചെയ്തു. അതിലും എങ്ങും അഖിൽ NRD ഇല്ല, കൂട്ടുകാരാണ് 2-3 ദിവസമായിട്ട് അതിനകത്തൊക്കെ ഉള്ളത്. എങ്ങനെ പറ്റും ആ വ്യക്തിക്ക്? ഇപ്പോഴത്തെ പുള്ളിയുടെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് പുള്ളിയെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്തിനാണ് പെൺകുട്ടികളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത്? ഇതിപ്പോൾ ഇവരുടെ ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ അവരെ വെച്ചങ്ങ് സംസാരിച്ചു. മൊത്തത്തിലുള്ള ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്ന ആളുകളോടാണ് ചോദിക്കാനുള്ളത്, എന്തിൻ്റെ കട്ട് ആണ്? എന്തിന്? പറഞ്ഞിട്ട് പോ, വേണ്ട എന്നിട്ട് പോ അടുത്ത ആളുടെ അടുക്ക്. അതിനകത്തൊരു മാന്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് അതൊന്ന് കീപ്പ് ചെയ്യ്. ഈ കല്യാണം കഴിച്ചവരോടാ, അല്ലാത്തവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു. എല്ലാം കഴിച്ച് കഴിയുമ്പോഴെങ്കിലും ഒന്ന് ഒതുങ്ങിയാൽ മതി. അത്രേ എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. കല്യാണം കഴിച്ചവർ എന്തിനിത്? എന്ത് കാര്യത്തിന്? 2 ബാഗും ഒക്കെ എടുത്ത് ഇട്ട നൈറ്റിൽ തന്നെ രാത്രി ഇറങ്ങി ഓടുക. കാലത്തിൻ്റെ പോക്കേ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.